നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. വംശീയ ന്യൂനപക്ഷ ജീവനക്കാരെ NHS ഉന്നത പോസ്റ്റുകളിലേക്ക് നിയമിക്കുന്നു. വംശീയ ന്യൂനപക്ഷ ജീവനക്കാരെ നേതൃത്വപരമായ റോളുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് വേഗത്തിലാക്കുന്ന ഒരു പദ്ധതി NHS നടപ്പിലാക്കുന്നു. ആരോഗ്യ സേവനത്തിലെ ദീർഘകാലമായി നിലനിൽക്കുന്ന വംശീയ അസമത്വം പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇംഗ്ലണ്ടിലുടനീളമുള്ള കുറഞ്ഞത് 11 ആശുപത്രി ട്രസ്റ്റുകളിലെങ്കിലും വംശീയ ന്യൂനപക്ഷ ജീവനക്കാരെ മുതിർന്ന തസ്തികകളിലേക്ക് സ്ഥാനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളോ പരിപാടികളോ ഉണ്ട്. 2028ഓടെ NHSന്റെ നേതൃത്വം വൈവിധ്യമാർന്ന ജനസംഖ്യയെ പ്രതിഫലിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഈ പദ്ധതികൾ NHSന്റെ വർക്ക് ഫോഴ്സ് റേസ് ഇക്വാളിറ്റി സ്റ്റാൻഡേർഡ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ്. ഈ റിപ്പോർട്ടുകൾ വംശീയ ന്യൂനപക്ഷ ജീവനക്കാർ മുതിർന്ന തസ്തികകളിൽ കുറവാണെന്നും പലപ്പോഴും വിവേചനം നേരിടുന്നുണ്ടെന്നും കാണിക്കുന്നു. എന്നാൽ ഈ നീക്കങ്ങൾ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ചിലർ ഇത് യോഗ്യതയേക്കാൾ വംശത്തിന് മുൻഗണന നൽകുന്നുവെന്ന് വിമർശിക്കുന്നു. മറ്റു ചിലർ വൈവിധ്യം സേവന നിലവാരം ഉയർത്തുമെന്ന് വാദിക്കുന്നു. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ബർമിംഗ്ഹാം, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ലെസ്റ്റർ, ന്യൂകാസിൽ ഓൺ-ടൈം ഹോസ്പിറ്റൽ, NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്നിവ വംശീയ ന്യൂനപക്ഷ ജീവനക്കാർക്കായി നേതൃത്വ പരിപാടികൾ നടത്തുന്നവയിൽ ഉൾപ്പെടുന്നു. ഏപ്രിലിലെ UK മിനിമം വേതന വർധനവും പേ സ്ലിപ്പ്, ടാക്സ് കോഡ്, മണിക്കൂർ നിരക്ക് എന്നിവയും എങ്ങനെ കണക്കാക്കാം? ഏപ്രിൽ മുതൽ UK മിനിമം വേതനം വർദ്ധിച്ചു. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് ദേശീയ ലിവിംഗ് വേജസ് മണിക്കൂറിന് 12.21 പൗണ്ടും 18 മുതൽ 20 വയസ്സ് വരെയുള്ളവർക്ക് 10 പൗണ്ടായും 16 മുതൽ 17 വയസ്സ് വരെയുള്ളവർക്കും അപ്രന്റീസുമാർക്കും 7.5 പൗണ്ടായും മിനിമം വേതനം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പേ സ്ലിപ്പിൽ ഗ്രോസ് പേ, നെറ്റ് പേ, വേരിയബിൾ ഡിഡക്ഷൻസ്, മണിക്കൂറിൻ്റെ വേതനം, ഓവർടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ മണിക്കൂർ, ടാക്സ്, നാഷണൽ ഇൻഷുറൻസ് കിഴിവുകൾ എന്നിവ ഉണ്ടായിരിക്കുകയും അവ പരിശോധിക്കുകയും വേണം. വേതനം മിനിമം വേതനത്തിന് തുല്യമോ അതിലധികമോ ആണെന്ന് ഉറപ്പാക്കുക. 2025-26 വർഷത്തേക്ക് സ്റ്റാൻഡേർഡ് ടാക്സ് കോഡ് 1257L ആണ്. ഇത് 12,570 പൗണ്ട് വരെ ടാക്സ് ഫ്രീ അലവൻസ് അനുവദിക്കുന്നു. പേ സ്ലിപ്പിൽ ടാക്സ് കോഡ് ശരിയാണോ എന്ന് പരിശോധിക്കുക. തെറ്റാണെങ്കിൽ HMRCയുമായി ബന്ധപ്പെടുക. www.gov.uk വെബ്സൈറ്റിൽ ശരിയായ രീതിയിൽ വേതനം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേതനം കുറവാണെങ്കിൽ HMRC വഴി പരാതിപ്പെടാം. ഈ ഏപ്രിലിലെ വർധനവ് 30 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടും. പ്രതിവർഷം 1,400 പൗണ്ട് വരെ അധിക വരുമാനം ഓരോരുത്തർക്കും ലഭിക്കും. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ടെമ്പിളും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി നടത്തിയ വിഷു ആഘോഷം വർണ്ണാഭമായി. കെന്റിലെ റോച്ചസ്റ്റർ എന്ന സ്ഥലത്തുള്ള അമ്പലത്തിൽ വെച്ചാണ് വിഷു ആഘോഷിച്ചത്. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷു സദ്യ എന്നിവ വിഷു ആഘോഷങ്ങൾക്ക് പകിട്ടേകി. ക്ഷേത്ര പൂജാരി വിഷ്ണു രവി, വാണി CB കുമാർ, സിന്ധു രാജേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കെന്റ് ഹിന്ദു സമാജം കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങൾ അവരവരുടെ വീടുകളിൽ നിന്ന് പാചകം ചെയ്തു കൊണ്ടുവന്ന സദ്യവട്ടങ്ങൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിഷു ആഘോഷങ്ങൾക്ക് ശേഷം എല്ലാ മാസവും നടത്തിവരാറുള്ള അയ്യപ്പ പൂജയും നടത്തപ്പെട്ടു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി പേർ വിഷു ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ. തൊഴിലാളികൾ പണിമുടക്ക് നീട്ടാൻ വോട്ട് ചെയ്തതോടെ ലേബർ പാർട്ടിയെ അതിന്റെ യൂണിയൻ അപമാനിച്ചുവെന്ന് ഡെയിലി മെയിൽ പറയുന്നു. സർക്കാർ ബ്രിട്ടീഷ് സ്റ്റീലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് 1 മാസം മുൻപ് UKയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രധാന ഭാഗങ്ങളിൽ ചൈനീസ് ഇടപെടലിനെ 8 മിലിബാൻഡ് പ്രോത്സാഹിപ്പിച്ചുവെന്ന് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടൻ തകർന്നുവെന്നാണ് ദി സൺ ദിനപത്രത്തിന്റെ തലക്കെട്ട്. ലേബർ പാർട്ടിയുമായുള്ള സ്റ്റീൽ അട്ടിമറി തർക്കത്തിന്റെ പേരിൽ ചൈന ബ്രിട്ടീഷ് ജോലികൾക്ക് ഭീഷണിയാണെന്ന് ദി ഐ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തുടനീളം ബിൻ തൊഴിലാളികൾ പണിമുടക്കാൻ ഒരുങ്ങുകയാണെന്ന് യൂണിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് വാതുവയ്പ് കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതരായ 15 പേരിലൊരാൾ ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പാർലമെന്ററി സഹായിയായിരുന്നുവെന്ന് ഡെയിലി മിറർ എഴുതുന്നു. ബ്രിട്ടീഷ് സ്റ്റീൽ പ്രതിസന്ധിക്ക് മറുപടിയായി UKയിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ ചൈനീസ് നിക്ഷേപം പുനഃപരിശോധിക്കണമെന്ന് മുതിർന്ന ലേബർ നേതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടീഷ് സൈന്യം മോചിപ്പിച്ചതിന് 80 വർഷങ്ങൾക്ക് ശേഷം ബെർഗൻ ബെൻസൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് അതിജീവിച്ച ഒരാളുടെ ആദരാഞ്ജലി ഉൾപ്പെടുത്തിയതിനാൽ ഡെയിലി എക്സ്പ്രസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള 1-ാം പേജ് തിരഞ്ഞെടുത്തു. തിങ്കളാഴ്ച ബ്ലൂ ഒറിജിൻ റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് പോയ ശേഷം കാറ്റി പെറി വാട്ട് എ വണ്ടർഫുൾ വേൾഡ് എന്ന ഗാനം ആലപിച്ചതായി ഡെയിലി സ്റ്റാറിന്റെ 1-ാം പേജ് റിപ്പോർട്ട് ചെയ്യുന്നു.
മെട്രോയും ചരിത്രയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഗായികയുടെ പ്രതികരണത്തെയാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് മിന്നൽ ആക്രമണത്തിന് ശേഷം അമേരിക്കയിലെ അപകടസാധ്യതയുള്ള കോർപ്പറേറ്റ് ബോണ്ട് വിപണിയിൽ നിന്ന് പുറത്തായി എന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ ഒന്നാം പേജിലെ വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. 13 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ആപ്പ് പരിഷ്കരണം HSBC നടപ്പിലാക്കുന്നു. 2012 ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളാണ് HSBC വരുത്തിയിരിക്കുന്നതെന്നാണ് ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആപ്പിൾ പുതുതായി മണി മാനേജ്മെന്റ് ടൂളുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുവഴി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സേവിങ്സ് പ്രത്യേകം സൂക്ഷിക്കാൻ കഴിയും. മെയ് അവസാനത്തോടെ പുതുക്കിയ ആപ്പ് ബാങ്കിന്റെ 70 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ വേർഷനിൽ ഇതിനകം തന്നെ 17 ലക്ഷം തവണ ഉപഭോക്താക്കൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സ്പെല്ലിംഗ് ഹാബിറ്റുകൾ പരിശോധിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് പർച്ചേസുകൾ റൗണ്ട് അപ്പ് ചെയ്യാനുള്ള സൗകര്യം നൽകുമെന്ന് HSBC അറിയിച്ചു. അതുപോലെ ഭാവിയിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫറുകളും ലഭ്യമാക്കും. കൂടാതെ ലോണുകൾ, സേവിങ്സ്, ക്രെഡിറ്റ്, പെൻഷൻ എന്നിവയെല്ലാം പരിശോധിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഓപ്പണിംഗ് ബാങ്കിംഗ് ഫീച്ചറും ഇതിലുണ്ടാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു. ഇപ്പോൾ ബീറ്റ വേർഷൻ ഉപയോഗിച്ച ഉപഭോക്താക്കൾ അധികം പേരും മറ്റൊരാൾക്ക് പണം നൽകുന്നതിനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ബാങ്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആപ്പിന്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഉപയോഗം സ്ഥിരമായ ബില്ലുകൾക്കെല്ലാം പണം നൽകിയതിനു ശേഷം എത്ര തുക മിച്ചം വരുമെന്ന് കണക്കാക്കുന്ന രീതിയാണ്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ പോലീസ് സേനകളിലൊന്നായ മെട്രോപൊളിറ്റൻ പോലീസിന്റെ വൈവിധ്യമാർന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവിനെതിരെ രൂക്ഷ വിമർശനം. GCSE യോഗ്യതയില്ലാത്തവരെയും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം കുറഞ്ഞവരെയും അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചതാണ് വിവാദത്തിന് കാരണം. ഈ നീക്കം പോലീസ് സേനയുടെ നിലവാരം കുറയ്ക്കുമെന്നും ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും വിമർശകർ ആരോപിക്കുന്നു. മെട്രോപൊളിറ്റൻ പോലീസ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി സേനയെ കൂടുതൽ കർമ്മനിരതമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തിയതെന്ന് വാദിക്കുന്നു. എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതകളോ ഭാഷാ പ്രാവീണ്യമോ ഇല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നത് ജോലിയുടെ സങ്കീർണമായ ആവശ്യകതകൾ നിറവേറ്റാൻ പ്രയാസമുണ്ടാക്കുമെന്നാണ് ആക്ഷേപം. 2022 ഒരു ഫോഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിൽ പുതുതായി നിയമിക്കപ്പെടുന്നവരിൽ 47% സ്ത്രീകളും 15.9% വ്യത്യസ്ത വംശീയ സമൂഹങ്ങളിൽ നിന്നുള്ളവരുമാണ്. പോലീസ് സേനയിൽ മതിയായ പ്രാതിനിധ്യം ഇല്ലാത്തവരുടെ വിഭാഗത്തിൽ പ്രധാനമായും കറുത്ത വർഗ്ഗക്കാരും ഫാർ ഈസ്റ്റിൽ നിന്നുള്ളവരുമാണ്. ഇവർക്ക് ഗോൾഡൻ റാങ്കാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സിൽവർ റാങ്കിംഗ് ആണ് നൽകിയിട്ടുള്ളത്. പോലീസ് സേനയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിലെ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിൽ പോയി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. ഈസ്റ്റ് ഹാമിൽ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മലയാളി ആശുപത്രിയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവല്ല സ്വദേശിയായ റെജി തോമസ് ഈസ്റ്റ് ഹാമിലെ ന്യൂഹാം ലേഷർ സെന്ററിൽ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബാർട്സ് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ബർത്തലോമിയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആരോഗ്യനില ഗുരുതരമാണെന്നാണ് അറിയുന്നത്. റെജിയുടെ കുടുംബവും സുഹൃത്തുക്കളും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.